അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിനെ 3 പാർട്ടായിട്ട് തിരിച്ചാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ റാൻഡം വേരിയബിൾസ് എന്താണ്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, അതായത് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്താണ്, അതിൻ്റെയൊക്കെ കുറച്ച് ഫംഗ്ഷൻസും ഈ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റാൻഡം വേരിയബിൾ? നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പം ഒരു കോയിൻ എടുത്ത് ഒരു 50 തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ n ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ ഔട്ട്കം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. മൊത്തത്തിൽ നമുക്ക് എത്ര ഹെഡ് കിട്ടി, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എത്ര ടെയിൽ കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം മിക്കവാറും കേസിൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഡൈ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമ്മ് ഇപ്പോൾ ഒരു 12 അതിൻ്റെ സമ്മെന്ന് പറയുന്നത് ഒരു 7 8 ഒക്കെ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പം നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്താലും അതിനെല്ലാം നമ്മളൊരു റിയൽ നമ്പറിലോട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസും ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറും ആയിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കോയിൻ എടുത്ത് 2 തവണ ടോസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇവൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ്? 2 ഹെഡ് വരാം, ഒരു ഹെഡും ഒരു ടെയിലും വരാം, ഒരു ടെയിലും ഒരു ഹെഡും വരാം, അതേപോലെ 2 ടെയിലും വരാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിൾ വാല്യൂ ഓഫ് എക്സ്, അതായത് എത്ര ഹെഡ് കിട്ടി എന്നുള്ളത് എന്തായിരിക്കും? ആദ്യത്തെ എച്ച് എന്നുള്ള കേസിൽ 2 ആയിരിക്കും, എച്ച് ടി എന്നുള്ള കേസിൽ ഒരു ഹെഡല്ലേ ഉള്ളതുകൊണ്ട് 1 ആയിരിക്കും, അതേപോലെ ടി എച്ച് എന്ന് പറയുന്ന കേസിൽ 1 ആയിരിക്കും, ടി ടി എന്നുള്ള കേസിൽ അവിടെ ഹെഡ് ഇല്ലാത്ത സ്ഥിതിക്ക് 0 ആയിരിക്കും. അതാണ് ഈ റാൻഡം വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ പോസിബിൾ ഔട്ട്കംസ് ആയ എച്ച് ടി, ടി എച്ച്, ടി ടി ആണ്. അതേപോലെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 1 1 0 എന്ന് പറയുന്ന 3 നമ്പേഴ്സാണ്. അതായത് നമ്മുടെ റാൻഡം വേരിയബിളിന് ഇവിടെ എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്തൊക്കെയാണ്? 0ഉം 1ഉം 2 ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ പ്രോബബിലിറ്റി സ്പേസ് എന്താണ് എന്നുള്ളതാണ്. ശരിക്കും ഇതെന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു 2-3 ഡെഫിനിഷൻസാണ്. അപ്പോൾ അന്നത് പറഞ്ഞില്ല, സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക്കാണ്. അപ്പം ഇത് ജസ്റ്റ് നമുക്കിവിടെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബബിലിറ്റി സ്പേസിൻ്റെ അകത്താണ് നമ്മൾ ഈ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ 2-3 ഡെഫിനിഷൻസും കൂടെ നോക്കണം. ആദ്യം പറയുന്നത് സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ് എന്താണ്? അപ്പം നമ്മൾ ഒരു ബീറ്റ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസും നൾ ഇവൻറ്റും അതുപോലെ തന്നെ 2-3 ഇവൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയനും ഇൻ്റർസെക്ഷനും പിന്നെ എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും, ഇത്രയും സംഭവങ്ങൾ ഈ ബീറ്റ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബീറ്റയെ നമുക്ക് സിഗ്മ ഫീൽഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കോയിൻ എടുത്ത് ഒരു തവണ ടോസ് ചെയ്യുക. അപ്പോൾ ഒരു തവണ ടോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സെറ്റ് എച്ച് ടി ആണ്. ഒരു കോയിൻ എടുത്ത് ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് എന്താണ്? ശരിക്കും നമ്മൾ സെറ്റ് തിയറിക്കകത്ത് പറയുന്നത് വെച്ചിട്ട് ഇതിൻ്റെ സബ്സെറ്റ് എന്താണ്? ആദ്യം നമ്മുടെ സെറ്റ് എച്ച് ടി ഉണ്ടാകും, അതേപോലെ നൾ സെറ്റ് ഉണ്ടാകും, അതുപോലെ എന്തൊക്കെ ഉണ്ടാകും? സെറ്റ് എച്ച് ഉണ്ടാകും, സെറ്റ് ടി ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇത് 4ഉമാണ് ഇതിൻ്റെ നമ്മുടെ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സബ്സെറ്റിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ സ്പേസ് ഉണ്ട് നമ്മുടെ ബീറ്റയ്ക്കകത്ത്, അതേപോലെ നൾ സെറ്റ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പം എച്ചും ടിയും 2 ഇവൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ യൂണിയൻ എച്ച് ടിയും ഉണ്ട്, ഇൻ്റർസെക്ഷൻ നൾ സെറ്റും ഉണ്ട്. അതുപോലെ എച്ച് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റായ ടി എന്ന് പറയുന്നൊരു ഇവൻറ്റും ഉണ്ട്. അതേപോലെ എച്ച് ടി എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് എടുത്താൽ അതിൻ്റെ കോംപ്ലിമെൻ്റായ നൾ സെറ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ബീറ്റേനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സിഗ്മ ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഈ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അടുത്തത് പ്രോബബിലിറ്റി സ്പേസ്. എസ് ബീറ്റ പി അല്ലെങ്കിൽ എസ് ബി പി എന്ന് പറയുന്ന 3 ട്രിപ്ലെറ്റിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതിനെയാണ്, ഒരു സെറ്റായിട്ട് പറയുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി സ്പേസ്. അതിൽ എസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് ആണ്,
ബി എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ് ആണ്. പി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്ന ആ ഒരു ട്രിപ്ലെറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡെഫിനേഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മെഷർ എന്താണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ 3 ഡെഫിനിഷൻസിൽ ഉള്ള മൂന്നാമത്തെ ഡെഫിനിഷനാണ്. അതായത് എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസും ബീറ്റ എന്ന് പറയുന്ന ഒരു സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സും ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ പി എ ഡിഫൈൻ ചെയ്യുന്നു. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രോബബിലിറ്റി മെഷർ എന്ന് പറയും. അതിൽ ഫസ്റ്റ് ആക്സിയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പി ഓഫ് എ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കണം. അതായത് പ്രോബബിലിറ്റി ഒരു റിയൽ നമ്പർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ തന്നെ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് കുറച്ച് ഇവൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ബീറ്റയ്ക്കകത്തുള്ള ഇവൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻ്റർസെക്ഷൻ, അതായത് മൊത്തത്തിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കണം. മൊത്തത്തിലുള്ള യൂണിയൻ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ സം ആയിരിക്കണം. അതായത് ഈ ആക്സിയംസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് നോൺ നെഗറ്റീവ് ടോട്ടലി അഡിറ്റീവ് സെറ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഒരു പ്രോബബിലിറ്റി മെഷർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുവാണ്. കറക്റ്റ് ഡെഫിനിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. ഈ പറയുന്നതാണ് മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ എക്സാമിന് ഡിഫൈൻ റാൻഡം വേരിയബിൾ എന്നാരെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഡെഫിനേഷനാണ്. A random variable is a function x of omega with domain s and range -∞, such that for every real number a, the event omega such that x of omega less than or equal to a is an element of B, where B is a sigma field of subsets of S. അതായത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമൈന് എന്തായിരിക്കും, സാമ്പിൾ സ്പേസ് ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ റേഞ്ചാണ് ഈ -∞ എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ഫോർ എവരി റിയൽ നമ്പർ, നമ്മൾ ഏതെങ്കിലും റിയൽ നമ്പർ എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നുള്ള എല്ലാ ഇവൻറ്റ്സും എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെ, നമ്മുടെ സിഗ്മ ഫീൽഡ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് എസിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ബിയിൽ ഉള്ള ഇവൻറ്റ്സ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കലി എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി കുറച്ച് പോയിൻറ്റ്സ് ആണ്. റാൻഡം വേരിയബിൾസിനെ പൊതുവേ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി XYZ ഒക്കെ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യും. ആദ്യം ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുന്നു. ആ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്, HH HT TH TT ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, 0 1 2 ആണ്. ഇനി നമ്മൾ ആ എക്സിൻ്റെ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാൻ പോവുകയാണ്. എക്സ്, അപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0 1 2 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 0, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് TT കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഒരു കോയിൻ എടുത്ത് 2 തവണ ടോസ് ചെയ്യുമ്പോൾ TT കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു 1/4 ആണ്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ടേക്കിംഗ് ദ വാല്യൂ 1 എന്ന് പറയുമ്പോൾ നമുക്ക് HT അല്ലെങ്കിൽ TH കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് നമുക്ക് 2/4 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അതുപോലെ തന്നെ റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 2, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് H കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അതൊക്കെ 1/4 ആണ്. ഇനി നമ്മൾ ആ എക്സാമ്പിൾ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വെയർ എ ഈസ് എ റിയൽ നമ്പർ. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അത് എ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അതെങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ എ എന്ന് പറയുന്നത് ശരിക്കും റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും ചെറുതുള്ളതെല്ലാം നമ്മൾ എഴുതണം. ശരിക്കും നമുക്കിവിടെ അറിയാം റാൻഡം വേരിയബിൾ എക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്തുവാണ്, 2 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എഴുതി തുടങ്ങണം. എ ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, 0 ആണ്.
എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി 0 ആണ്. അതേപോലെ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/4 ആണ്. അതേപോലെ 1നും 2നും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ നമുക്കത് 3/4 ആണ്. കാര്യം എന്താണ് 3/4 എവിടെ നിന്നെന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 2വിനേക്കാളും താഴെയുള്ള എല്ലാം വരും, 0യും 1ഉം വരും. അപ്പോൾ 1/4 + 2/4 ആണ് ആ 3/4. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പക്ഷെ നമുക്കറിയാം റാൻഡം വേരിയബിളിന് ഇവിടെ 2 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടുതലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 2 വരെ, അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 + 1 + 2 അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 എന്ന് പറയും. അപ്പോൾ ഇവിടെ എ എന്താണ് 2 ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള എല്ലാ ഇവൻറ്റ്സും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പ്ലെയിൻ റാൻഡം വേരിയബിൾ എന്ന് വല്ലതും ചോദിച്ചാൽ മാത്രം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒന്നുമില്ല, ഡൈ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഡൈ ടോസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ സാമ്പിൾ സ്പേസ് 1 മുതൽ 6 വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്തൊക്കെയാണ്? 1 2 3 4 5 6 ആണ്. ആ 1 2 3 4 5 6 വന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഒബ്റ്റെയിൻ വെൻ എ ഡൈ ഈസ് ടോസ്ഡ്. അതായതുകൊണ്ടാണ് ഈ 1 2 3 4 5 6 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോയിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ റാൻഡം വേരിയബിൾ 1 വരാനുള്ള പ്രോബിലിറ്റി 1/6, റാൻഡം വേരിയബിൾ 2 വരാനുള്ള പ്രോബിലിറ്റി അഗൈൻ 1/6 അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആഡ് ചെയ്ത് എഴുതുക. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ 2-3 നോട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് നോട്ടെന്ന് പറയുന്നത് ഇഫ് x1 x2 എന്ന് പറയുന്ന 2 റാൻഡം വേരിയബിളാണ്, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സി ഇൻറ്റു x1 അതുപോലെ തന്നെ x1 + x2 അതുപോലെ x1 x2 ഇതെല്ലാം എന്താണ്? റാൻഡം വേരിയബിൾസ് തന്നെയാണ്. അതേപോലെ c1 x1 + c2 x2 ആൻഡ് x1 - x2 ഇതും റാൻഡം വേരിയബിൾസ് തന്നെയാണ്. എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണെങ്കിൽ 1/x മറ്റൊരു റാൻഡം വേരിയബിളാണ്. മാക്സിമം ഓഫ് 0x എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ്. മൈനസ് മിനിമം ഓഫ് 0x എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ്. മോഡ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ്. അതായത് എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ഇത്രയും ഫംഗ്ഷൻസും റാൻഡം വേരിയബിൾസ് തന്നെയാണ്. ഇത് പറഞ്ഞത് വേറൊന്നുമില്ല, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിനി ഇപ്പോൾ പഠിച്ചത് ഇത്രയും നേരം പഠിച്ചതെന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എന്താണ്. ഇനി റാൻഡം വേരിയബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫങ്ഷൻസാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വെച്ചാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിന് മാത്തമാറ്റിക്കലി ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പർ എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സിൻ്റെ റേഞ്ച് -∞. ഇതിനെയാണ് നമ്മൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പിന്നെ നമുക്കിതിന് വേണമെങ്കിൽ എഫ് എക്സ് എന്നും പറഞ്ഞ് എഴുതാം, ആ കിടക്കുന്ന പോലെ. പിന്നെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെയും -∞ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് 0യും 1നും ഇടയ്ക്കായിരിക്കും. എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇഫ് എഫ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ആണ്, അതുപോലെ ഒരു എയും ബിയും 2 ഇവൻറ്റ്സ് ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ദെൻ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് ബി മൈനസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ എന്ന് പറയും. ഇത് പ്രോപ്പർട്ടീസാണ്. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതെല്ലാം എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. എപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എയും എക്സ് ഇസ് ഈക്വൽ ടു ബിയും 0 ആണെങ്കിൽ മാത്രം. ഇത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0യ്ക്കും 1നും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇനി എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ തന്നെ ആയിരിക്കും.
അതുപോലെ തന്നെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആയിരിക്കും, എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആയിരിക്കും. ഇത് ഇത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. അടുത്ത ടോപ്പിക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവും. ഇത് പറയുന്നുണ്ട് ഇനി അങ്ങോട്ടും. അപ്പോൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനും 4 പ്രോപ്പർട്ടീസ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിളാണ് ഇനി അടുത്ത ടോപ്പിക്ക്. നമുക്കറിയാം റാൻഡം വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോയിൻ എടുത്ത് നമ്മൾ ടോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സമ്മോ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട നമ്പർ ഓഫ് എത്ര നമ്പർ ഷോ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് 1 to 6. ആ കേസിൽ 1 മുതൽ 6 വരെ അത്രയും ഒരു ഫൈനൈറ്റ് അല്ലേ ഉള്ളൂ. ആ ഫൈനൈറ്റ് നമ്പറാണ് എക്സിൻ്റെ റേഞ്ച്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഡിസ്ക്രീറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാലും ആകെ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസിൽ 2 പേരെ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്തോന്ന് പറയാം, അതിപ്പം എക്സ് എന്ന് പറയുന്നത് ഹെഡായിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0ഉം 1ഉം മാത്രമാണ് അതെടുക്കുന്ന വാല്യൂ. അപ്പോൾ അവിടെയെല്ലാം നമുക്കതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ് കിട്ടുന്നിടം വരെയുള്ള നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മുടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 10ാമത്തെ ത്രോയിലാണ് എനിക്കൊരു ഹെഡ് കിട്ടുന്നതെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ 10 വരെയുള്ള സംഖ്യകളായിരിക്കും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ എവിടം വരെ പോകുമെന്ന് അറിയാൻ പറ്റും. ഈ 2 കേസിനെയും കൂടെ ചേർത്താണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതെടുക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് x1 x2 എക്സെട്ര xn ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ഇപ്പം x is equal to x1, x is equal to x2 എക്സെട്ര x is equal to xn, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെ പ്രോബബിലിറ്റി, നമ്മളൊരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയെ പറയുന്ന ഫംഗ്ഷനാണ് ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. നമുക്ക് ശരിക്കും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ പഠിക്കാനുണ്ട്. അതിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഇംപ്ലൈസിൻ്റെ ശേഷം കിടക്കുന്നതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ ചേർത്ത് പറയുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. താഴത്തെ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ക്ലിയർ ആവും. നമ്മുടെ ഒരു നോട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്തുവാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അത് ആ നമ്മുടെ ബേസിക് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞു ടോസിങ് ഓഫ് എ കോയിൻ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എസ് എന്ന് പറയുന്നത് സെറ്റ് HT ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഹെഡാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് H is equal to നമുക്ക് 1 എന്ന് കൺസിഡർ ചെയ്യാം ഹെഡ് വരുമ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ ടെയിൽ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സാമ്പിൾ സ്പേസിൻ്റെ അകത്തുള്ള ഓരോരുത്തരുടെയും പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് Hഉം പ്രോബബിലിറ്റി ഓഫ് ടെയിലും 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടേബിൾ പോലെ എഴുതും. അതിനെയാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ ഓരോന്നിനും ഓരോ പേരുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം എക്സും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സും കൂടെ ചേർത്ത് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് താഴെ കൊടുത്തേക്കുന്നത് ഈ സംഭവമാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു ആദ്യമേ. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ് വരെയുള്ള എല്ലാ വാല്യൂവിൻ്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ
ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തുവാ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് പ്രോബബിലിറ്റി പി ഐ. ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം നമുക്കടുത്ത് കൺസിഡർ ചെയ്യും. പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതേപോലെ വെറും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള 3 കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. എന്തൊക്കെയാണ്? എക്സിൻ്റെ വാല്യൂ 0 മുതൽ 7 വരെയാണ്. ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഇൻ ടേംസ് ഓഫ് കെ എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. അപ്പോൾ 0 + k + 2k + 2k + 3k + k² + 2k² + 7k² + k ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടും. അതായത് അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10k² + 9k - 1 എന്ന് കിട്ടും. ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/10 എന്നും -1 എന്നും ഉള്ള 2 വാല്യൂ കെക്ക് കിട്ടും. അപ്പം പ്രോബബിലിറ്റി നമുക്കറിയാം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ -1 നെഗ്ലക്റ്റ് ചെയ്യാം. കിട്ടുന്ന വാല്യൂ 1/10. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. നമുക്കിവിടെ ടേബിളിൻ്റെ അകത്ത് നമുക്ക് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ കെ ഇട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ആ കെയുടെ വാല്യൂ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ലെസ് ദാൻ 6, അപ്പം നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കേണ്ട വാല്യൂ ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 0 മുതൽ 5 വരെയുള്ള എല്ലാ വാല്യൂ നമുക്ക് എടുക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 + എക്സ് ഇസ് ഈക്വൽ ടു 1 + 2 + 3 + 4 + 5. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെ നമ്മളിട്ട് ആഡ് ചെയ്തെടുക്കുന്നു. അതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 6 എടുക്കാം, 7 എടുക്കാം, മതി. ഇത് രണ്ടും മാത്രം, നമുക്കിവിടെ 7 വരെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് രണ്ടും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ആ വാല്യൂസ് ഇട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 കണ്ടുപിടിച്ച് ലെസ് ദാൻ 6 കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് 1 - x ലെസ് ദാൻ 6 ചെയ്താലും മതി. അങ്ങനെ 2 രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 5 എന്താണ്? അപ്പോൾ 0 എടുക്കാൻ പറ്റില്ല, 5 എടുക്കാൻ പറ്റില്ല, അതിൻ്റെ നടുക്കുള്ള ബാക്കി എല്ലാവരും എടുക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + 2 + 3 + 4. ഇത് 4 കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഇതെല്ലാം ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ചുമ്മാ കേട്ടോണ്ടിരുന്നൊന്നും പറഞ്ഞ് കാര്യമൊന്നുമില്ല, ചെയ്ത് നോക്കി എഴുതി നോക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്തുമായിരിക്കും? നമുക്ക് ഈ ഒരു ടേബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആ 0 മുതൽ അവസാനം വരെ ഉള്ളത് എഴുതണം. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 0യേക്കാളും ചെറിയ വാല്യൂ റാൻഡം വേരിയബിൾ എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് 0. അതുപോലെ തന്നെ അടുത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് എന്തുവാണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രമാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂവും 0. അടുത്തതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതേപോലെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് 2ഉം 1ഉം 0യും. അങ്ങനെ നമ്മൾ ആ ഒരു റേഞ്ചിൽ ആഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. അത് ആ ടേബിൾ വെച്ച് ആഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ പറയാം. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/15 when x is equal to 1 2 3 4 5, find probability of x is equal to 1 or 2. Second, probability of 1/2 less than x less than 5/2 given x greater than 1. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 or 2 എന്ന് പറയുമ്പോഴത്തേക്കും ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയനാണ്.
അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 ഓർ 2 എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പം നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ 1 2 3 4 5 എന്ന് പറയുന്നുണ്ട്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/15 ആയിട്ട് മാറും. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2/15. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സം എടുക്കുമ്പോൾ 3/15. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രോബിലിറ്റി ഓഫ് ആ ഗിവണിൻ്റെ മേളിൽ കിടക്കുന്നത് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2 ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് ഇസ് ഈക്വൽ ടു 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/2. 1/2 എന്ന് വെച്ചാൽ 0.5, 5/2 എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ബാക്കി വാല്യൂസ് 2 3 4 and 5. അപ്പോൾ ഇതിൽ രണ്ടേയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആകെ വരുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡ്യൂസ് ആവും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ് വരും. അതിന് നമുക്ക് വേണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ സാധാ രീതിയിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ അതായത് 2 3 4 5യുടെയും കൂടെ ആഡ് ചെയ്തെടുത്താലും നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടും. അങ്ങനെ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/7 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിളിൻ്റെ രണ്ടാമത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ അവിടെ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെലിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂവും നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഇത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇസ് എ റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷർഡ് ടു എനി ഡിഗ്രി ഓഫ് ആക്യുറസി. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് ആക്യുറസി വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏജ്, ഹൈറ്റ്, വെയിറ്റ് എക്സെട്ര. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 5 വയസ്സ് എന്ന് ഇങ്ങനെ പറയുന്നു. പക്ഷേ അത് 5 മുതൽ 6 വരെയുള്ള വയസ്സിൻ്റെ ആ ഒരു ഇൻ്റർവെലിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് ഇപ്പോൾ അത് ഏജിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഹൈറ്റ്, വെയിറ്റ് ഒക്കെയാണ്. ഹൈറ്റ് ഇപ്പോൾ നമ്മൾ 160 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും ഒരു ആക്യുറേറ്റ് മെഷർ ആയിരിക്കത്തില്ല. അതൊരു 159.000 അല്ലെങ്കിൽ 159 ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെയും 160 സംതിങ് വാല്യൂവിൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. ശരിക്കും നമ്മൾ ഒരു പെർട്ടിക്കുലർ 160 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നെങ്കിൽ പോലും അതൊരു റേഞ്ചിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ടെമ്പറേച്ചർ, ഇതെല്ലാമാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ബേസിക് എക്സാമ്പിൾ. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ, ഡിസ്ക്രീറ്റിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇതിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF എന്ന് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF എന്ന് നമ്മൾ കണ്ടിന്യൂസ് കേസിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷനെ പറയും. അപ്പോൾ നമ്മളിതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ, അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ലെങ്ത്തിൽ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് DX. അതിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, ഒരു ആൽഫ ബീറ്റ താഴെ പറയുന്നുണ്ട്, ഒരു ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രോബിലിറ്റി ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ f(x), അതായത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ പ്രോബിലിറ്റി വാല്യൂ കിട്ടും. ഇനി ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ റേഞ്ചിൽ ഈ f(x) പ്രോബിലിറ്റി ഫംഗ്ഷനാണ് നമ്മുടെ f(x) എന്ന് പറയുന്നത്. ഈ f(x)നെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഇതെല്ലാം നമ്മൾ മറ്റിടത്ത് പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഇനി f(x) എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും.
പിന്നെ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഇവൻറ്റിൻ്റെ റേഞ്ചിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമാർക്ക്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നിന്ന് കണ്ടിന്യൂസിനെ വേർതിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, അങ്ങനെ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും കണ്ടിന്യൂസ് കേസിൽ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതുപോലെ പ്രോബബിലിറ്റി ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ or equal to x ലെസ് ദാൻ or equal to b. ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് എഫ് ഓഫ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ആ ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ എന്തോ ചെയ്തത്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വരെ ഉള്ളതിനെ ആഡാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എക്സ് വരെ ഉള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ലോവർ ലിമിറ്റ് മുതൽ എക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് തന്നെയാണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ ലോവർ ലിമിറ്റ്. നമ്മളിപ്പോൾ ലോവർ ലിമിറ്റ് -∞ ജനറൽ കേസിൽ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ -∞ മുതൽ എക്സ് വരെ ആ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സെയിം തന്നെയാണ്, മറ്റേടത്ത് എഴുതിക്കുന്ന അതേ സംഭവം തന്നെയാണ്. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. കണ്ടിന്യൂസ് കേസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെയാണ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടും. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു ചേഞ്ച്. എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. പിന്നെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് നോൺ ഡിക്രീസിങ് ആൻഡ് റൈറ്റ് കണ്ടിന്യൂസ്. നമ്മൾ മറ്റേടത്തും പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് -∞ 0 ആണ്, +∞ 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. A continuous random variable x has PDF given by f of x is equal to 2x. അതിൻ്റെ ഒരു റേഞ്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ റേഞ്ച് തന്നിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതല്ല ഒരു ഇൻ്റർവെല്ലായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, ഇത് ഡിസ്ക്രീറ്റും ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, കണ്ടിന്യൂസ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ 0 to x ചെയ്യുമ്പോഴത്തേക്കും ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x² എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ കോമ ഇട്ടിട്ട് അതിൻ്റെ റേഞ്ചും കൂടെ, എക്സിൻ്റെ റേഞ്ച് ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ, അതിൻ്റെ റേഞ്ചും കൂടെ കൊടുക്കണം. അപ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പോൾ നമ്മുടെ ലോവർ ലിമിറ്റ് എത്രയാണെന്ന് നോക്കുക. 0 അതായത് എക്സിൻ്റെ വാല്യൂ 1/2 ചെറുതാകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഏറ്റവും ചെറുത് മുതൽ ആ 1/2 വരെയുള്ള പ്രോബബിലിറ്റി, അതായത് 0 to 1/2 2x നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി അടുത്ത് പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3/4. ഇത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ ആ 1/4 മുതൽ 3/4 വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ക്യാൻ ബി ഫൗണ്ട് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആ ഫോർമുല ഇട്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ.